പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഒളിച്ചോടലുകളാണല്ലോ ഏറ്റവും എളുപ്പമുള്ള രക്ഷാമാർഗം. കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലെ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ നാം പല വഴി തേടും. എങ്ങോട്ട് തിരിഞ്ഞാലാണ് സ്വയം ഒളിക്കാനാവുക എന്ന് തേടുന്നവരാണ് സമൂഹത്തിലധികവും. രാജിയും സ്വയം അങ്ങനെ തിരയുന്നുണ്ട്, അവൾ അറിയാതെ തന്നെ. സ്വർണ്ണ തലമുടിയും നീലക്കണ്ണുകളും നിഷ്കളങ്കമായ ചിരിയുമുള്ള ജിമ്മിൻ്റെ സാന്നിധ്യത്തിൽ അവൾ തന്നെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കൽ വായിച്ചാൽ ആരും ഇഷ്ടപ്പെടുന്ന സാഹിത്യകാരനാണ് വിലാസിനി. എത്ര സുന്ദരമായ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെത്. വായനക്കാരൻ്റെ മുന്നിൽ ഓരോ കഥാപാത്രങ്ങളെയും കൊണ്ടുവരുന്നത് എത്ര വിദഗ്ധമായിട്ടാണ്. ഭാസ്കർ കുറുപ്പിനെയും കുട്ടമ്മാമനെയും കൊണ്ടുവന്ന പോലെ തന്നെ ഈ അധ്യായത്തിൽ ഉണ്ണിയെ പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് മുന്നിൽ. ജിമ്മിൻ്റെ ഗുരുവർണ്ണനയിൽ രാജിക്ക് അനിഷ്ടം തോന്നുന്നുണ്ട്. ഒന്ന് രണ്ട് വാക്കുകളുടെ അർത്ഥം കൂടി പറഞ്ഞോട്ടെ. ബേച്ച എന്നാൽ സൈക്കിൾ റിക്ഷയാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലും ബേച്ച വലിക്കുന്നതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. കച്ചാൻ പുത്തേ വിൽക്കുന്ന തമിഴിനെ കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഉന്തുവണ്ടിയിൽ മധുരപലഹാരം വിൽക്കുന്ന ഉന്തുവണ്ടിയാണ് കച്ചാൻ പുത്തൻ. അഞ്ചടി എന്നാൽ ഫുട്പാത്ത്. വായിക്കാം 3-ാം അധ്യായം. തപാൽ ആപ്പീസിന്റെ ഉയർന്ന പൂമുഖത്ത് നിന്ന് നോക്കിയാൽ അമോയ് തെരുവ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാണാം. തഞ്ചോങ് ബസാറിന്റെ ജീവനാഡിയാണ്. മൗണ്ട് റോഡും ചൈന റോഡും ബ്രോഡ്വേയും എല്ലാം ഒന്നായി തീർന്ന മുഖ്യ തെരുവ്. കഴിഞ്ഞ 6-7 വർഷമായി പറയത്തക്ക മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് തോന്നി രാജിക്ക്. തപാല ഓഫീസിനെതിരെയുള്ള ചന്തപ്പുരയുടെ മേൽക്കൂട് തകരം മാറ്റി ആസ്ബസ്റ്റോസ് കൊണ്ട് മേഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസം. മഞ്ഞ പൂശിയ ചുവരുകളിൽ കടും പച്ചച്ചായം തേച്ച ജനാലകളുള്ള പീടിക കെട്ടിടങ്ങൾ പണ്ടത്തെ പോലെ ഉറക്കം തൂങ്ങി നിൽക്കുന്നു. സീമന്തരേഖ പോലെ നടുവഴി രണ്ടായി പകുത്ത തെരുവിൻ്റെ നടുവിൽ ഉടനീളം വരിവരിയായി നിൽക്കുന്ന പൂവാകകളിൽ പക്ഷികളുടെ കോലാഹലത്തിന് ഒരു കുറവുമില്ല. മരത്തണലിൽ എന്നത്തേം പോലെ ബേച്ചകളും പഴയ ടാക്സിക്കാറുകളും യാത്രക്കാരെ കാത്തു നിൽക്കുന്നു. കാലം ഇത്രമാത്രം നിശ്ചലമാകുന്നത് അത്ഭുതമാണ്. ചിരപരിചിതമായ കാഴ്ച നോക്കിക്കൊണ്ട് നിന്നപ്പോൾ തെരുവിലിറങ്ങി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 2-3 ചാല് നടക്കാൻ കൊതി തോന്നി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെയൊക്കെ സൈക്കിളിൽ ഓടി നടന്നിട്ടുള്ളതാണ്. തെരുവിലെ ഓരോ പീടികയും തനിക്കറിയാം. തടിച്ചു കുള്ളനായ ചോങ്ങിന്റെ സൈക്കിൾ കട, അഹമ്മദ് മരക്കാരുടെ പലചരക്ക് പീടിക. മരക്കാർ തന്നെയാണോ ഇപ്പോഴും വീട്ടിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്? തൊട്ടപ്പുറത്ത് കുടവയറൻ ഹോ സി ബെങ്ങിന്റെ ഹൊപ്പി ഷോപ്പാണ്. അവിടെ നിന്ന് എത്ര കച്ചാൻ പാവ് മേടിച്ച് തിന്നിരിക്കുന്നു വീട്ടിലറിയാതെ. അറിഞ്ഞാൽ മുത്തശ്ശൻ ബഹളം കൂട്ടും. പീടികകളിൽ നിന്ന് ഒന്നും മേടിച്ച് തിന്നരുതെന്നാണ് നിയമം. വല്ല സുഖക്കേടും പിടിച്ചാലോ? അത് പേടിച്ചാണ് ചീനന്റെ കടയുടെ മൂലയ്ക്കിൽ അടുപ്പ് കൂട്ടി കച്ചവടം ചെയ്യുന്ന വള്ളിയമ്മളുടെ പിട്ടും ദോശയും തിന്നാത്തത്. നല്ല വൃത്തിയിട്ട ശവമാണ്. ഒന്നും മര്യാദയ്ക്ക് കഴിയില്ല. തലയിൽ പരന്ന പനമ്പ് തൊപ്പിവെച്ച് തോളത്ത് പച്ചക്കറി കുട്ടകൾ ഞാത്തിയ കാവുമേന്തി സിഗരറ്റും പുകച്ച് കൂനിക്കൂനി നടക്കുന്ന ചീനക്കിഴവികളിൽ ചിലരെയെങ്കിലും തനിക്ക് പരിചയമുണ്ടാവും. സോഡയും ലെമനീഡും വിട്ടു നടക്കുന്ന കാതറു കുട്ടിക്കാക്ക ഏത് മരത്തിന്റെ ചോട്ടിലാണാവോ ഐസ് കാർ നിർത്തിയിരിക്കുന്നത്? തിയേറ്ററിന്റെ മുൻപിൽ ട്രാൻസിസ്റ്റർ റേഡിയോ തുറന്നു വെച്ച് പാട്ട് കേട്ട് രസിച്ച് കച്ചാൻ പുത്തേ വിൽക്കുന്ന തമിഴൻ ഇപ്പോഴും ഉണ്ടോ? ഓരോന്നോർത്തപ്പോൾ ഇറങ്ങി നടക്കാൻ ധൃതി തോന്നി. വെയിലിന് നല്ല ചൂടുണ്ടെങ്കിലും സാരമില്ല. വാച്ച് നോക്കി 12 കഴിഞ്ഞു. 1 തിരിച്ചെത്തിയാൽ മതി വീട്ടിൽ. സമയമുണ്ട്. അല്ലെങ്കിലും സമയത്തിന് എന്താ കുറവ്? റോഡ് നന്നാക്കാനുള്ള കല്ലുരുള് പോലെ തള്ളിയാൽ നീങ്ങാത്തതാണ് സമയം. വീട്ടിൽ തിരിച്ചു ചെന്നാൽ മുറിയടച്ച് കിടന്ന് ഓരോന്ന് ചിന്തിക്കാമെന്ന് മാത്രം. വിചാരങ്ങളാണെങ്കിൽ സുഖമുള്ളവയല്ലതാനും. പതുക്കെ മടങ്ങിയാൽ മതി. ഇവിടെ കുറേ നടക്കാം. പഴയ പരിചയങ്ങൾ പുതുക്കാം. തിരിച്ചറിയാൻ വയ്യാത്തവണ്ണം വളർന്നിട്ടുള്ള തന്നെ തിരിച്ചറിയുമ്പോൾ ഓരോരുത്തരുടെയും മുഖത്തുണ്ടാവുന്ന അമ്പരപ്പ് കണ്ടു രസിക്കാം. മുത്തു കാറും കൊണ്ട് ഹാജരായിരിക്കുന്നു. ചന്തപ്പുരയുടെ സമീപത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്.
അവിടെ കിടക്കട്ടെ കുറച്ചു നേരം. ആട്ടിൻകുട്ടിയെ പോലെ തുള്ളിച്ചാടി ചവിട്ടുകല്ലിറങ്ങി. മുത്തുവിനെ വിളിക്കാൻ കൈ ഉയർത്തിയപ്പോൾ നേരെ മുൻപിൽ മിസ്റ്റർ ഹോഫ്മാൻ വെയിലിന്റെ ചൂട് ആസ്വദിച്ചുകൊണ്ട് നിലാവത്തെന്ന പോലെയാണ് നടക്കുന്നത്. ഓ ഹലോ രാജി, ഹിയർ വി മീറ്റ് അഗൈൻ. തിരിച്ചു പോവുകയാണോ? ഇല്ല. എന്താ ഇവിടെ ഇങ്ങനെ നടക്കുന്നത്? വെറുതെ. ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കുന്നത് എനിക്കൊരു രസമാണ്. ഇറ്റ് സോർട്ട് ഓഫ് ടേൺസ് മീ ഓൺ. ഞാനും ഒന്ന് ചുറ്റി നടന്നാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. കുറെ വർഷമായല്ലോ. ഗംഭീരമായ ആശയം. വരൂ, ഞാനും ഒന്നിച്ച് നടക്കാം, വിരോധമില്ലെങ്കിൽ. സന്തോഷമാണ്. ഒരു നിമിഷം കാക്കൂ. മുത്തുവിനെ കൈകാട്ടി വിളിച്ചു. മുത്തു കാറെടുക്കാൻ ഭാവിച്ചപ്പോൾ വേണ്ടെന്ന ആംഗ്യം കാട്ടി. ഒന്ന് ചുറ്റിക്കറങ്ങി വരാമെന്ന് വിളിച്ചു പറഞ്ഞ് നടത്തം ആരംഭിച്ചു. പണ്ടത്തെ പോലെ തുള്ളിച്ചാടി നടക്കണമെന്ന് തോന്നൽ വളരെ പണിപ്പെട്ടാണ് നിയന്ത്രിച്ചത്. ഇതിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഒരു സ്കൂൾ കുട്ടിയായ പോലെ തോന്നുന്നു, രാജി പറഞ്ഞു. പഴയ വികാരഭൂമികൾ വീണ്ടും സന്ദർശിക്കുന്നത് ഉല്ലാസകരമാണ് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ കുറച്ചൊരു അപരിചിതത്വവും തോന്നും. അതാണ് കഷ്ടം. ഇപ്പോഴും ഒരു സ്കൂൾ കുട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിർഭാഗ്യവശാൽ നമുക്കൊക്കെ വളരാതിരിക്കാൻ സാധ്യമല്ലല്ലോ. ഞാനൊരു തത്വചിന്തകനാണെങ്കിൽ ഘനഗംഭീരമായി പ്രഖ്യാപിച്ചേനെ, വളർച്ചയാണ് മനുഷ്യവർഗത്തിന്റെ ശാപം. ജിം ഹോപ്പ്മാൻ പൊട്ടിച്ചിരിച്ചു. വഴിയെ കടന്നുപോയ 2-3 ചീനന്മാർ സൂക്ഷിച്ചു നോക്കുന്നത് രാജി ശ്രദ്ധിച്ചു. ആ നോട്ടത്തിൽ ജിജ്ഞാസയോ അമ്പരപ്പോ മുറ്റി നിന്നിരുന്നതെന്ന് വ്യക്തമായില്ല. ആരാണീ പുതിയ സ്ത്രീ? അതും ഒരു ഹിപ്പിയുടെ കൂടെ നടക്കുന്നു എന്നാവാം അവർ ആലോചിക്കുന്നത്. സൈക്കിൾ കടയിലേക്ക് നോക്കിയപ്പോൾ തടിച്ചു കുള്ളനായ ചോങ്ങിനെ കണ്ടില്ല. ഭാര്യയാണ് മേശക്കരികിൽ ഇരിക്കുന്നത്. 5 അടിയുടെ നടുക്കിരുന്ന് സൈക്കിൾ കേടു തീർക്കുന്ന പയ്യൻ തലയുയർത്തി നോക്കി. ചോങ്ങിന്റെ മകനാണെന്ന് തോന്നുന്നു. രാജി ഇവിടെയാണോ പഠിച്ചത്? അതെ, ജാലാൻ ടെംപ്ലറിലുള്ള സ്കൂളിൽ. പിന്നെ 2 കൊല്ലം കോലാലംപൂരും. ഡാൻസ് പഠിക്കാൻ സൗകര്യം അതായിരുന്നു. പക്ഷേ പഠിത്തം മുഴുവനാക്കിയില്ല. സീനിയറിന് ഇരിക്കുന്നതിന് മുൻപേ മദ്രാസിലേക്ക് പോയി. ഓഹോ, അതെന്തേ? എത്ര പഠിച്ചാലും ഞാൻ പാസ്സാവില്ലായിരുന്നു. എനിക്ക് കണക്കിൽ കിട്ടാറുള്ള മാർക്ക് എത്രയാണെന്നറിയാമോ? പൂർണ്ണചന്ദ്രൻ. ചിരിച്ചു. ചിരിയിൽ ജിമ്മും പങ്കുചേർന്നു. ജിമ്മിന്റെ ചിരി കാണാൻ കൗതുകമുള്ളതാണ്. മധുരനാരങ്ങയുടെ അല്ലി പോലുള്ള ചുണ്ടത്ത് വിരിയുന്ന മന്ദസ്മിതം കുട്ടികളുടേതിനേക്കാൾ നിഷ്കളങ്കമായിരുന്നു. പതിറ്റടിപ്പൂവ് വിടരുന്നതോർത്തു പോകുന്നു. പലചരക്ക് പീടികയിൽ സാക്ഷാൽ മരയ്ക്കാർ ഇരിപ്പുണ്ട്. ആൾ കുറെ കൂടി തടിച്ചിരിക്കുന്നു. കുടുസായ ബനിയനിൽ മാംസളമായ ശരീരം അങ്ങങ്ങ് ഉന്തിത്തുറിച്ചു നിൽക്കുന്നു. താടിമീശ നരച്ചിരിക്കുന്നു. മരയ്ക്കാർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കണ്ണുകൾക്ക് മീതെ കൈവച്ച് സൂക്ഷിച്ചു നോക്കിയ ശേഷം എഴുന്നേറ്റ് 5 അടിയിലേക്ക് ഇറങ്ങി വരുന്നു. മുഖത്ത് പുഞ്ചിരി വെൺകളി പൂശിയിരുന്നു. വാങ്കമ്മ വാങ്കോ, സൗഖ്യം താനേ? മരയ്ക്കാർ എളിയിൽ കൈകുത്തി അടിമുടി ഒന്ന് അവലോകനം ചെയ്തു. അടേ അപ്പാ, പെരിയ പെണ്ണാച്ചേ. നേത്തിക്ക് ചിന്ന പെണ്ണ ഇങ്ങെല്ലാം സൈക്കിൾ ഓട്ടിയവ. ഇപ്പവും ചിന്ന പൊണ്ണുതാൻ, രാജി തമാശ പറഞ്ഞു. സൈക്കിള് കിടച്ചാൽ ഓട്ടലാം. സൈക്കിള് ഞാൻ കൊടുക്കറേൻ. ആന മുതലേ ഉള്ള വന്ന് ഒക്കാറുങ്കോ. തണ്ണി ശാപ്പിട്ടിട്ട് അപ്പുറമാ സൈക്കിൾ ഓട്ടലാം. പീടികയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നവർ തന്നെ സാകുതം നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇന്നൊരു നാളേക്ക്. അത് മുടിയാതെ, മരയ്ക്കാർ തടുത്തു. ഇപ്പൊ എന്നമോ പെരിയ സ്റ്റാർ എല്ലാം ആയിട്ടത്. ആന മരയ്ക്കാർക്ക് അന്ത ചിന്ന പൊണ്ണു താൻ. ഇന്നൊരു നാൾ കട്ടായം. നേരം വച്ചു താത്ത കാത്തിട്ടിരിക്കും. അപ്പടിയാനാ? ശരി, കട്ടായം വരണം. ഇല്ലാട്ടോ, ഞാൻ അങ്കവന്ത ഇഴുത്ത്. മരയ്ക്കാർ ചെവി പിടിച്ച് വലിച്ചിരിക്കുന്നതായി അഭിനയിച്ചു. പുരിച്ചിതാ? ശരി. ആമ, താത്താവ് കൊണ്ടുമില്ലേ? ഇല്ലെന്ന് തലയാട്ടി നടത്തം തുടർന്നു. ഈ തെരുവിന് കല്ലിട്ടപ്പോഴുള്ളതാണ് മരക്കാരുടെ പീടിക. രാജി ജിമ്മിന് വിശദീകരിച്ചു കൊടുത്തു. പണ്ട് ചെറിയൊരു കടയായിരുന്നു. മുത്തച്ഛന്റെ സഹായത്തോടെയാണ് ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് മരയ്ക്കാർ മുത്തച്ഛന് വേണ്ടി ജീവൻ കളയും.
അതാണ് പൂർവ്വദിക്കിന്റെ മഹത്വം. ജിം സ്വർണ്ണ മുടിച്ചുരുളുകൾ മാടി ഒതുക്കി. ഇവിടെ ഇപ്പോഴും സത്യം, സ്നേഹം, ഉപകാരസ്മരണ തുടങ്ങിയ പഴയ മൂല്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പടിഞ്ഞാറൻ നാടുകളിൽ മനുഷ്യർ അതൊക്കെ വിറ്റ് കാശാക്കിയിരിക്കുന്നു. കിഴക്കൻ ദിക്കിലും ഒട്ടും മോശമല്ല. അപൂർവമായിട്ട് ഇങ്ങനെ ചിലരെ കാണാമെന്ന് മാത്രം. അങ്ങനെ ചിലർ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കാണും. കഷ്ടിയാണ്. ദശലക്ഷത്തിൽ ഒന്നോ അരയോ ഉണ്ടാവാം. അമേരിക്കയിലാണെങ്കിൽ കുടുംബ ബന്ധങ്ങൾ പോലും തകർന്നിരിക്കുന്നു. ഒക്കെ ഡോളർ സെന്റ് കണക്കാണ്. ഞാൻ കണ്ടിടത്തോളം കിഴക്കൻ നാടുകളിൽ അതല്ല സ്ഥിതി. മനുഷ്യബന്ധങ്ങൾക്കും നൈതിക മൂല്യങ്ങൾക്കും ഉന്മൂലനാശം ഭവിച്ചു കഴിഞ്ഞിട്ടില്ല. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച. അല്ല, ജിം ശക്തിയായി തലകുലുക്കി. അല്ല, മനുഷ്യവർഗത്തിന് അല്പമെങ്കിലും ആശയ്ക്ക് വകയുണ്ടെങ്കിൽ അത് കിഴക്കൻ നാടുകളെ ആശ്രയിച്ചിരിക്കുന്നു. തലകുലുക്കുമ്പോൾ ജിമ്മിന്റെ സ്വർണ്ണ മുടിച്ചുരുളുകൾ നെറ്റിയിൽ ചിതറി വീഴുന്നത് കാണാൻ നല്ല രസമുണ്ട്. കറുത്ത മുടിക്ക് മാത്രമേ സൗന്ദര്യമുള്ളൂ എന്ന് കരുതിയിരുന്നത് തെറ്റാണ്. വെളുത്ത ചുവന്ന മുഖത്തിന് സ്വർണ്ണ മുടി യോജിക്കും. കാറ്റും വെയിലും കൊണ്ടിട്ടാവണം. ജിം സ്വല്പം കരുവാളിച്ചിരിക്കുന്നു. എന്നാലും മുഖത്തെ തുടുപ്പ് മാഞ്ഞിരുന്നില്ല. അഴകും പുരുഷത്വമുള്ള മുഖമാണ്. വീതിയുള്ള നെറ്റി, തിളങ്ങുന്ന നീല കണ്ണുകൾ. അതെ, ശരിക്കും നീലയാണ്. ഉയർന്ന മൂക്ക്. ആകപ്പാടെ മുഖത്ത് നോക്കിയാൽ നല്ല യോഗ്യതയുണ്ട്. സിൻസിൻ ടൈലർ ഷോപ്പും ജൗളിക്കടയും അതുപോലെയുണ്ട്. തൊട്ടടുത്തുള്ള എലി ഡ്രൈ ക്ലീനിങ്ങിന്റെ ഷോക്കേസുകളിൽ കാലുറകൾ വടി പോലെ അലക്കിത്തേച്ച് തൂക്കിയിരിക്കുന്നു. പടിഞ്ഞാറിന്റെ അധപ്പതനത്തെക്കുറിച്ച് കിഴക്കുള്ളവർക്ക് ശരിയായ ധാരണയില്ല. ജിം തുടർന്നു. അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തിയും പ്രതാപവുമുള്ള രാജ്യമാണ്. ഭൗതികമായി ഏറ്റവും പുരോഗമിച്ച നാടാണ്. അവിടെ ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല, പാലും തേനും ഒഴുകുകയാണ് എന്നൊക്കെയാണ് ചിലരുടെ ധാരണ. അവർ ന്യൂയോർക്കിലെ ഹാർലാം പ്രദേശം കാണാത്തവരാണ്. അതല്ല, അമേരിക്ക ലഹരി മരുന്നുകളുടെയും ലൈംഗിക അരാജകത്വത്തിന്റെയും കൊള്ളയുടെയും കൊലയുടെയും കൂത്തരങ്ങാണെന്നാണ് മറ്റു ചിലരുടെ ധാരണ. അവർ അമേരിക്കയുടെ ഭൗതിക സമൃദ്ധി എങ്ങനെയുണ്ടായി എന്നാലോചിക്കാത്തവരാണ്. രണ്ടു വീക്ഷണവും ഭാഗികമായി ശരിയാണ്, ഭാഗികമായി തെറ്റുമാണ്. ശ്വാസം വിടാനായി ഒന്ന് നിർത്തി. നിഷ്കളങ്കമായ ആ മുഖത്ത് നിസ്സഹായതാബോധവും സഹാനുഭൂതിയും നിഴലി വീശിയിരുന്നുവെന്ന് തോന്നി. ജിമിന് എത്ര വയസ്സായിരിക്കും? 23, 24? തന്നേക്കാൾ 1-2 കൂടുതൽ കാണും. അത്രയേ ഉള്ളൂ. ഇത്രയും ചെറുപ്പത്തിൽ എല്ലാം വലിച്ചെറിഞ്ഞ് അവധൂതനായി നടക്കുകയാണ്. താടിയും തലയും നീട്ടി. ക്രിസ്തുവിന്റെ പടങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഭൗതിക സുഖങ്ങളിൽ ശരിക്കും മടുപ്പ് തോന്നിയിട്ടാണോ ഇങ്ങനെ നടക്കുന്നത്? അതോ താൻ തോന്നിത്തരമോ? കഞ്ചാവിന്റെയും മയക്കുമരുന്നുകളുടെയും ലഹരി തേടി നടക്കുക മാത്രമാണോ? ഓ, എന്തെങ്കിലും ആവട്ടെ, തനിക്കെന്താ? ജിമ്മിന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കിയതിൽ ലജ്ജ തോന്നി. തല കുനിച്ചു. ഭാഗ്യത്തിന് ജിം ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. വാസ്തവം ഇതൊന്നുമല്ല. മൂപ്പർ തുടരുകയാണ്. അമേരിക്കക്കാർ തടവു പുള്ളികളാണ് ഞാനെന്ന ഭാവത്തിന്റെ. ഈ അഹംബോധമാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. ഓരോ മനുഷ്യനും സ്വന്തം അഹംബോധത്തിന്റെ 4 ചുമരുകൾക്കുള്ളിൽ കഴിയുന്നു. തന്മൂലം മനുഷ്യനും തമ്മിൽ ബന്ധം സ്ഥാപിക്കപ്പെടുന്നില്ല. പുറന്തോടുകൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ ഉരസലേ ഉണ്ടാവുന്നുള്ളൂ. ഉരസലിൽ നിന്ന് തീപ്പരികൾ ഉണ്ടാവുന്നു. അവ ജ്വാലകളായി വളർന്ന് സമൂഹത്തെ വിഴുങ്ങുന്നു. അതാണ് അമേരിക്കയിൽ സംഭവിക്കുന്നത്. പണം, പണം, ഇനിയും പണം എന്ന് മുറവിളി കൂട്ടുന്ന കോടീശ്വരന്മാരും ഭദ്രത, കൂടുതൽ ഭദ്രത എന്ന് പറഞ്ഞ് പരക്കം പായുന്ന ഇടത്തരക്കാരും കട്ടും കൊന്നും ജീവിക്കണമെന്ന് കരുതുന്ന കള്ളന്മാരും കൊലയാളികളും ഭീഷണി കൊണ്ട് സമൂഹ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഗൂഢസംഘ പ്രമാണികളും എല്ലാവരും ഈ അഹംമിഥ്യയുടെ അടിമകളാണ്. ഒരു ജനതയാകമാനം ഇങ്ങനെ മിഥ്യയിൽപ്പെട്ട് വലയുന്ന കാഴ്ച മറ്റെവിടെയെങ്കിലും കാണുമോ എന്ന് സംശയമാണ്. ഓ, there I go again. ഇതെന്റെ ദുസ്വഭാവമാണ്. ജിം പെട്ടെന്ന് സ്വയം കടിഞ്ഞാണിട്ടു. ഓ നോ, രാജി പ്രോത്സാഹിപ്പിച്ചു. വളരെ രസമുണ്ട്. ഭംഗിവാക്ക് പറഞ്ഞതല്ല. ജിമ്മിന്റെ വാക്കുകൾക്ക് എന്തോ ഒരു ആകർഷണ ശക്തി തോന്നി. പറയുന്നത് എന്താണെന്ന് മുഴുവൻ വ്യക്തമായില്ല. പക്ഷേ ആ സ്വരത്തിലെ ആത്മാർത്ഥത മനസ്സിൽ പതിയുന്നു. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഓരോ വാക്കുമെന്ന് കേട്ടാൽ അറിയാം.
ജിം ചിരിച്ചുകൊണ്ട് തലയാട്ടി. എനിക്കറിയാൻ രാജിക്ക് ബോറാവുന്നുണ്ടെന്ന്. ഇല്ല, തീർച്ചയായും ഇല്ല. അത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ജിം ചിരിച്ചു. ഞാൻ ഇടയ്ക്കെങ്ങനെ ഓരോ കിറുക്കുകൾ പറയും. അതൊക്കെ രാജിയെ അടിച്ചേൽപ്പിക്കാൻ എനിക്കൊരു അവകാശവുമില്ല. അത് പോട്ടെ, ഞാൻ മറ്റൊരു സംഗതി മറന്നു. അതെന്താ? ഇത് നോക്കൂ. ജിം കാലുറയുടെ മൂട്ടിലുള്ള കീശയിൽ നിന്നും റൂൾ തടി പോലെ ചുരുട്ടിയ ഒരു മാസിക എടുത്ത് നിവർത്തിക്കാട്ടി. ഇത്ര വലിയ താരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. തിരൈമലരായിരിക്കുമെന്ന് നോക്കാതെ തന്നെ മനസ്സിലായി. അത്ര വലിയ താരമൊന്നുമല്ല ഞാൻ. അല്ലാതെ ഇങ്ങനെ പുറംചട്ടയിൽ പണം കൊടുക്കുമോ? നോക്കൂ. ജിം മാസിക കൺമുമ്പിൽ നിവർത്തിപ്പിടിച്ചു. കടയിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് അമ്പരന്നു. ജിം തുടർന്നു. വാസ്തവം പറഞ്ഞാൽ ഞാൻ സ്തബ്ധനായിപ്പോയി. അത്ര അപ്രതീക്ഷിതമായിരുന്നുവല്ലോ. രാജി മറുപടി പറഞ്ഞില്ല. പടം അലസമായെന്ന് നോക്കിയപ്പോൾ പെട്ടെന്നൊരു താല്പര്യം തോന്നി. പടം നന്നായിട്ടുണ്ട്. ജിമ്മിന്റെ കയ്യിൽ നിന്നും മാസിക വാങ്ങിച്ചു. വാഴക്കൂമ്പ് പോലെ നിവർത്തും തോറും ചുരുണ്ടുകൂടുന്ന അത് ഒരു വിധത്തിൽ നിവർത്തിപ്പിടിച്ചു. ഫോട്ടോ ചട്ട നിറഞ്ഞു നിൽക്കുന്നു. മുഖവും കഴുത്തും മാത്രമേയുള്ളൂ. മുഖം റോസാപ്പൂവിന്റെ നിറത്തിലാണ് അച്ചടിച്ചിരിക്കുന്നത്. വാർണിഷിട്ട മേനിക്കടലാസിൽ കവിളുകൾ തിളങ്ങുന്നു. നെറ്റിയിൽ ഉതിർന്നു കിടക്കുന്ന മുടിച്ചുരുൾ പൊട്ടിന്റെ ഒരു ഭാഗം മറയ്ക്കുന്നു. പൊട്ടല്ല, നിലവിളക്കിന്റെ നാരായം പോലെ നീണ്ട ഗോപിക്കുറി. മഷി എഴുതി വാലിട്ട കണ്ണുകൾ. നോട്ടം ഒരു വശത്തേക്കാണ്. കൃഷ്ണമണികൾ കട ചേർന്ന് നിൽക്കുന്നു. നോട്ടത്തിൽ മാദകത്വം വരണമെന്ന് നിർബന്ധമായിരുന്നു ഫോട്ടോഗ്രാഫർക്ക്. പുഞ്ചിരിയിലും ലിപ്സ്റ്റിക് ഇട്ട് തുടിപ്പിച്ച് ചുണ്ടുകൾക്കിടയിലൂടെ പല്ലിന്റെ ഇത്തിരി കാണണമത്രേ. വിശേഷിച്ചും തുമ്പൽപ്പം പൊട്ടിയ പല്ല്. അത് പുറത്ത് കാണുന്നത് തനിക്കത്ര ഇഷ്ടമല്ല. പക്ഷെ ചിരിക്ക് ഭംഗി വർദ്ധിപ്പിക്കുമത്രേ. ആവോ, ലവ്ലി. ചെവിയുടെ കടക്കിൽ തന്നെ ഒച്ച കേട്ടു ഞെട്ടിത്തിരിഞ്ഞു. തോളിന് മീതെ മാസികയിലേക്ക് ഉറ്റുനോക്കിയിരുന്ന ജിമ്മിന്റെ താടിമീശ കവിളത്തു തൊട്ടുവോ? വല്ലാത്ത നാണം തോന്നി ഒരടി വിട്ടുനിന്നു. ഞാൻ ഞെട്ടിപ്പോയി. ക്ഷമിക്കണം, ഞാൻ നോക്കി നിന്നുപോയി. അത്ര മനോഹരമാണ്. രാജിക്ക് നാണത്തേക്കാൾ അധികം ജാള്യം തോന്നി. മുഖസ്തുതി കേട്ട് പരിചയമില്ലായികയല്ല. പക്ഷെ ജിം പറഞ്ഞപ്പോൾ എന്തോ ഒരു... മുഖസ്തുതി പറയണ്ട. അവൾ ഭാവവ്യത്യാസം മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. പ്ലീസ്. മുഖസ്തുതി അല്ല, വെറും വസ്തുതാകഥനം മാത്രമാണ്. ജിം കാലുറയുടെ കീശയിൽ കൈയിട്ട് നീണ്ടു നിവർന്നു നിന്നു. തെറ്റിദ്ധരിക്കുകയില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, രാജി ശരിക്കും സുന്ദരിയാണ്. ഓ, എനിക്കറിഞ്ഞുകൂടാ. രാജിയുടെ സ്വരത്തിൽ ലജ്ജയോടൊപ്പം കൃതജ്ഞതയും നിഗൂഢമായ ഒരു ആഹ്ലാദവും നിഴലിച്ചിരുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് കപട വിനയമല്ലേ? ജിം മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഞാൻ വെറുതെ പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഹോളിവുഡിലൊന്നും ഇതുപോലൊരു മുഖം കാണാൻ കിട്ടുകയില്ല. ഓ കമോൺ, പറയുന്നതിനൊരു അതിർത്തി വേണം ജിം. ഞാൻ തികച്ചും വസ്തുനിഷ്ഠമായി മാത്രമാണ് പറയുന്നത്. ഹോളിവുഡിൽ സുന്ദരികൾ ഇല്ലെന്നല്ല. ലിസ് ടൈലർക്ക് ഒരുപക്ഷെ ഇതിലുമേറെ സൗന്ദര്യം കാണും. പക്ഷേ ഈ നിഷ്കളങ്കതയും പരിശുദ്ധിയും ആത്മീയ ശോഭയും ഹോളിവുഡ് താരങ്ങൾക്ക് ആർക്കുമില്ല. അത് മാക്സ് ഫാക്ടർക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിയാത്തതാണ്. ജിം പ്ലീസ്. സോറി, വല്ലായ്മ തോന്നിയെങ്കിൽ ക്ഷമിക്കണം. ഒരുപക്ഷെ ഞാനിങ്ങനെ തുറന്നടിച്ച് പറയാൻ പാടില്ലാത്തതായിരുന്നു. എങ്കിലും ഉള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. താങ്ക് യു. ശ്രദ്ധ മാസികയിലേക്ക് തിരിക്കുകയാണെന്ന് ഭാവിച്ച് ഏടുകൾ മറച്ചു നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. മനസ്സ് പിടയ്ക്കുന്നു. ജിമ്മിന്റെ വാക്കുകൾ ഉള്ളിൽ കിടന്ന് കുട്ടിക്കരണം മറയുന്നുണ്ടെന്ന് തോന്നി. അവ്യക്തമായ ഒരു ഭയവും അനുഭവപ്പെടുന്നു. രാജി ശരിക്കും സുന്ദരിയാണ്. അത്രേ പറഞ്ഞിരുന്നുവെങ്കിൽ വിശേഷിച്ചൊന്നും തോന്നുമായിരുന്നില്ല. പക്ഷേ നിഷ്കളങ്കത, പരിശുദ്ധി, ആത്മീയ ശോഭ, ഞെട്ടിപ്പിക്കുന്ന വാക്കുകൾ. ഒരു കാലത്ത് അതൊക്കെയുണ്ടെന്ന് അവകാശപ്പെടാമായിരുന്നു. എല്ലാം പക്ഷേ കളഞ്ഞുകുളിച്ചു. ഇപ്പോൾ അതൊന്നും തൻ്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ജിം മുഖസ്തുതി പറയുക തന്നെ ആയിരുന്നുവോ? ആവില്ല. ആത്മാർത്ഥതയോടെ ആവും പറഞ്ഞത്. ആണോ? അത് തൻ്റെ ആഗ്രഹം മാത്രമല്ലേ? മുഖമുയർത്താതെ ഇടക്കണ്ണിട്ട് ജിമ്മിനെ ഒന്ന് നോക്കി. എന്തോ ആലോചിച്ച് ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കാലടി നീട്ടി വെച്ച് ഒപ്പമെത്താൻ കുതിച്ച് നടക്കുക തന്നെ വേണം. 6 അടിയെങ്കിലും ഉയരം കാണും ജിമ്മിന്.
ചടച്ച് ബലിഷ്ഠമായ ശരീരം, വെസ്റ്റേൺ സിനിമകളിലെ കൗബോയ് നായകന്മാരെ പോലെ. വേഷവും അതുതന്നെ. പരിപരുത്ത നീല ഡെനിം തുണിയിലുള്ള പഴയ കാലുറ, അരയിൽ അമ്യൂണിഷൻ ബെൽറ്റ് പോലെ വീതിയുള്ള അരപ്പട്ട, കാലുറ പോലെ തന്നെ പരിപരുത്ത ഷർട്ട്, ബട്ടനുകൾ പകുതിയും ഇട്ടിട്ടില്ല, തുറന്നു കിടക്കുന്ന മാറത്തുരയുന്ന നീണ്ട പളുങ്കുമാല. അല്ല, ഇവരൊക്കെ എന്തിനാണ് ഈ മാലകളും മറ്റും അണിയുന്നത്? ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, വിഷമമാവില്ലല്ലോ? ചോദിച്ചോളൂ. നേരത്തെ പറഞ്ഞില്ലേ ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന്? അത് അന്തിമ തീരുമാനമാണോ? അതെ. എന്താ അങ്ങനെ തീരുമാനിക്കാൻ? പരീക്ഷണത്തിന് വേണ്ടി അഭിനയിച്ചതാണ്, എനിക്കിഷ്ടപ്പെട്ടില്ല ആകപ്പാടെ, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ഇത്ര സമചിത്തതയോടെ തനിക്ക് എങ്ങനെ പറയാൻ കഴിയുന്നുവെന്ന് അത്ഭുതം തോന്നി. ഏതായാലും അതൊരു നേട്ടം തന്നെ. 100,000 പേർ ഇനിയും ഇതേ ചോദ്യം ചോദിക്കും. ഇതേപോലെ ഉത്തരം നൽകാൻ കഴിഞ്ഞാൽ ഭാഗ്യമായി. പതറാതെ, ഒട്ടും തന്നെ ശോഭിക്കാതെ. അങ്ങനെ തീരുമാനിച്ചത് നന്നായില്ലെന്ന് എനിക്ക് തോന്നുന്നു. ജിം അല്പം ചിന്തിച്ച ശേഷമാണ് പറഞ്ഞത്. തുടർന്ന് അഭിനയിക്കേണ്ടതായിരുന്നു. എല്ലാവരും അത് പറയുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. സിനിമാ ലോകത്തിലെ ചുറ്റുപാടുകൾ നാറുന്നവയാണ്. ശരിക്കും നരകമാണ്. അത് പുറമേ നിൽക്കുന്നവർക്കറിയില്ല. ഏത് ലോകമാണ് നരകമല്ലാത്തത്? ജിം താടി തടവിക്കൊണ്ട് തികഞ്ഞ ശാന്തതയോടെ ചോദിച്ചു. മനുഷ്യൻ ഏറ്റവും വൈദഗ്ധ്യം നേടിയിട്ടുള്ളത് നരകം സൃഷ്ടിക്കുന്നതിലാണ്. അതിരിക്കട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, അഭിനയിക്കുക ഇഷ്ടമുള്ള കാര്യമാണോ? അതെ, പക്ഷേ അവിടെ നിൽക്കട്ടെ. അഭിനയിക്കാൻ ഇഷ്ടമുണ്ടെന്നല്ലേ പറഞ്ഞത്? അതായത് സിനിമാ ലോകത്തിലെ ചുറ്റുപാടുകൾ നല്ലതായിരുന്നുവെങ്കിൽ അഭിനയിക്കാൻ സമ്മതമാവുമെന്ന് അല്ലേ? തീർച്ചയായും. നൃത്തത്തിലും അഭിനയത്തിലും താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ ആ വഴിക്ക് തിരിഞ്ഞത്. രണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്, അഥവാ ആയിരുന്നു. എങ്കിൽ പിന്നെ സിനിമാ ലോകം നാഗമോ നരകമോ എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ജിം വിജയഭാവത്തിൽ പറഞ്ഞു. മനസ്സിനിണങ്ങാത്തത് ചെയ്യുന്നതാണ് സാക്ഷാൽ നരകം. മനസ്സിനിണങ്ങുന്നത് ചെയ്യുമ്പോൾ ശാന്തി ലഭിക്കുന്നു. ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ തക്കവണ്ണം വിശാലമായി തീരുന്നു ഹൃദയം. ഞങ്ങളുടെ മുദ്രാവാക്യം എന്താണെന്നറിയാം? ഇഫ് ഇറ്റ് ഫീൽസ് ഗുഡ്, ഡു ഇറ്റ്. അതുകൊണ്ട് അഭിനയിക്കുക സംതൃപ്തിയും ആത്മസുഖവും നൽകുന്നതാണെങ്കിൽ പിന്മാറരുത്. മറ്റുള്ളതൊക്കെ നിസ്സാരമാണ്. ഞാൻ അത്രത്തോളം വളർന്നിട്ടില്ല. രാജി ചിരിച്ചു. പക്ഷെ ജിമ്മിന്റെ കൂടെ കൂടിയാൽ 2 ദിവസം കൊണ്ട് ആയി തീരുമെന്ന് തോന്നുന്നു. ഞാൻ കളി പറയുകയല്ല. ജിം ചിരിയിൽ പങ്കുചേർന്നില്ല. ഞങ്ങൾ പറയുന്ന ഇതേ സംഗതി തന്നെ ഇതിനേക്കാൾ ഗൗരവത്തിൽ പറഞ്ഞു സമർത്ഥിക്കും ഗുരു. അതും ഹിന്ദു ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്. കേൾക്കേണ്ടതാണ് മിസ്റ്റർ കൃഷ്ണനുണ്ണി. ആ, അദ്ദേഹം തന്നെ. അങ്ങനെയൊന്നും സംസാരിക്കില്ല. സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ധാരാളം സംസാരിക്കും. മുത്തുപോലെയുള്ള തത്വങ്ങളായിരിക്കും എല്ലാം. ആട്ടെ, നമുക്കിനി തിരിച്ചു നടക്കാം. ജാലാൻ തുങ്കുവിൻ്റെ മൂലക്കിലുള്ള തിയേറ്ററിന്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞിരുന്നു. തുറന്നിട്ടില്ല. ഏതോ ചീനചിത്രങ്ങളുടെ പരസ്യങ്ങൾ ചുമരിലൊക്കെയുണ്ട്. തലയിമകളുടെ പരസ്യങ്ങൾ മദിരാശിയിലെ തെരുവുകളിലെമ്പാടും പതിച്ചിരുന്നു. മതിലിൽ, വിളക്കിൻ കാലുകളിൽ, തിണ്ണകളിൽ. തിടുക്കമില്ലെങ്കിൽ 8 വരെ നടക്കാം. നല്ല കാറ്റുണ്ടാവും. രാജി വാച്ചു നോക്കി. 12:30 ആയിട്ടില്ല. ശരി. രാജി ഒരു ദിവസം ഗുരുവിനെ വന്ന് കാണണം എന്ന് പറഞ്ഞാൽ കുറെ നേരം സംസാരം കേട്ടിരിക്കണം. ഞാൻ പറയുന്നതിൻ്റെ സത്യം അപ്പോൾ മനസ്സിലാവും. അവൾ ചിരിച്ചു. പക്ഷേ ഉള്ളിൽ സ്വല്പം മടുപ്പാണ് തോന്നിയത്. ഇയാളും ഇയാളുടെ ഒരു ഗുരുവും. മിസ്റ്റർ ഉണ്ണിക്ക് അത്ര മഹത്വമൊന്നും ഉണ്ടാവാനിടയില്ല. ഭാര്യ മറ്റൊരാളുടെ കൂടെ ഓടിപ്പോയപ്പോൾ ജീവിതത്തിൽ മടുപ്പ് തോന്നി പിൻവലിഞ്ഞ ആളാണെന്നാണ് കേട്ടിരിക്കുന്നത്. അത്ര യോഗ്യനായിരുന്നുവെങ്കിൽ ഭാര്യ ഓടിപ്പോവുകയില്ലായിരുന്നു. ജിമ്മിന് ഒരു വക ഭ്രാന്താണ്. വലത്തോട്ട് തിരിഞ്ഞ് ജാലാൻ തുങ്കുവിലൂടെ നടക്കുമ്പോൾ കായലിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റ് മുഖത്തേറ്റു. അഴുക്കുചാലിന്റെ നേരിയ ദുർഗന്ധമുണ്ടായിരുന്നു അതിൽ. മാസിക ജിമ്മിന് മടക്കി കൊടുത്തു. വെച്ചോളൂ വേണമെങ്കിൽ. വേണ്ട, വീട്ടിൽ വേറെയുണ്ട്. എന്നാൽ ശരി. ജിം അത് റൂൾ വടി പോലെ ചുരുട്ടി പാൻറിന്റെ പിൻവശത്തെ കീശയിൽ തന്നെ നിക്ഷേപിച്ചു. ഗുരുവിന് കാണിച്ചു കൊടുക്കണം. പിന്നെയും ഗുരു. എന്നാൽ ശരി, അത് തന്നെ ആകട്ടെ. ജിമ്മിന്റെ ഗുരു
ഇടയ്ക്ക് വനവാസത്തിന് പോകാറുണ്ട്. ഇല്ലേ? ഓ യെസ്, ഇടയ്ക്കിടയ്ക്ക് പോവും. കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. അടുത്ത തവണ എന്നെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉവ്വോ, എത്ര നാളത്തേക്കാ? ഓരോ തവണയും 4-5 ദിവസം. എന്തൊരു രസമായിരിക്കും അല്ലേ? ഭയങ്കരമായ കാടിന്റെ നടുവിൽ ഒറ്റയ്ക്ക് പ്രകൃതിയിൽ അങ്ങനെ ലയിച്ച്. അതാലോചിക്കുമ്പോൾ തന്നെ എനിക്ക് അസാധാരണമായ ഉന്മേഷം തോന്നുന്നു. അതൊരു മഹത്തായ അനുഭൂതിയായിരിക്കും. അനുഭൂതി അയവിറക്കുന്നത് പോലെ കണ്ണു പകുതി ചിമ്മി ജിം ദീർഘമായി ശ്വാസം വലിച്ചു. ഉള്ളിൽ ചിരി പൊട്ടി രാജിക്ക്. ഒരു ഗുരുവും ഒരു ശിഷ്യനും. വീതിയേറിയ ജാലാൻ ലൗട്ട് മുറിച്ചു കടന്ന് മൈലാഞ്ചി വേലിക്കിടയിലൂടെ ജെട്ടിയിലേക്ക് പ്രവേശിച്ചു. തിരക്കേയില്ല. പരിക്കൻ ബെഞ്ചിന്മേൽ ഒരു മലായിക്കാരൻ സുഖമായി കിടന്നുറങ്ങുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒഴിവ് പീരിയഡുകളിൽ കൂട്ടുകാരൊന്നിച്ച് ഇവിടെ ഓടിയെത്തും. നിലക്കടല കുറിച്ചുകൊണ്ട് ഈ ബെഞ്ചുകളിലിരുന്നു സൊള്ളും. അന്നത്തെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ എവിടെയാണാവോ? ആരൊക്കെയാണെന്ന് പോലും ഓർമ്മയില്ല. അഴി ചാരി നിന്നു താഴെ വെള്ളത്തിലേക്കൊന്നു തുപ്പി. ബോട്ടുകളൊന്നുമില്ല. മുള്ളുപോലെ കടൽ കക്കകൾ അള്ളിപ്പിടിച്ച ജെട്ടിയുടെ മരക്കാലിൽ തളച്ചിട്ട 1-2 സാമ്പാനുകൾ അലയിൽ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട്. കായൽ ഉച്ചവെയിലിൽ മയങ്ങിക്കിടക്കുകയാണ്. ഇത് ഞാൻ എപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്ന കാഴ്ചയാണ്, ജിം പറഞ്ഞു. വെളിച്ചത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ കായലും പരിസരങ്ങളും എൻ്റെ മനസ്സിൽ ആനന്ദം നിറയ്ക്കുന്നു. രാജിയും കണ്ണുകളെ വിദൂരതയിൽ അലിയാൻ വിട്ടു. പക്ഷേ ജിമ്മിനെ പോലെ മനസ്സിൽ ആനന്ദം നിറയുന്നതായിട്ടൊന്നും തോന്നിയില്ല. എന്തോ മ്ലാനത ബാധിച്ചതുപോലെയാണ് തോന്നിയത്. എല്ലാം നിശ്ചലമാണ്. കായലും അക്കരെ പാസർ കൂണിങ്ങിലുള്ള ബാക്കും കാടുകളും പുലാവു നൂറിയുടെ രൂപരേഖയും സ്റ്റുഡിയോയിൽ വരച്ചു വെച്ച കർട്ടനോ കട്ടൗട്ടോ പോലെ. ഇല്ലാത്ത കടലിൻ്റെ കരയ്ക്ക് നിന്നു പാടാതെ പാടുന്നു. സംഗീതത്തിനൊപ്പം ചുണ്ടുകൾ അനക്കുന്നു. മേക്ക് ബിലീവ്. എല്ലാം എല്ലാം മനുഷ്യബന്ധങ്ങളും. ഇത് കാണുമ്പോൾ ഞാൻ ഭാവന ചെയ്യുക 1.5 നൂറ്റാണ്ട് മുൻപുള്ള സാൻ ഫ്രാൻസിസ്കോ ആണ്. ജിം സുന്ദരമായ ഒരു സ്വപ്നം നൊട്ടുനുണയുന്നത് പോലെ തുടർന്നു. ആദ്യത്തെ വെളുത്ത മനുഷ്യൻ കുടിയേറിപ്പാർത്ത സാൻ ഫ്രാൻസിസ്കോ. അതെത്ര മനോഹരമായിരുന്നിരിക്കണം. ബോറ് തോന്നി. ജിമ്മിൻ്റെ വാക്കുകൾ പെട്ടെന്ന് വിരസമായി അനുഭവപ്പെട്ടു. ഇനി മടങ്ങാം. നോക്കിയപ്പോൾ ജിം നിശ്ചേതനായി നിൽക്കുകയാണ്. ഒപ്പം ഒപ്പുകടലാസ് മഷി കുടിക്കുന്നത് പോലെ ചുറ്റുമുള്ള പ്രകാശവും സൗന്ദര്യവും തന്നിലേക്ക് ആവാഹിക്കുകയാണെന്ന് തോന്നും. ഇങ്ങനെ വിട്ടാൽ എത്ര നേരം വേണമെങ്കിലും നിൽക്കുമായിരിക്കും. അത് പറ്റില്ല. നമുക്ക് പോകാം ജിം. ഓ പോണം. ഓ യെസ്, പോകാം. ജിം നെറ്റിയിൽ ചിതറി വീണ മുടിച്ചുരുളുകൾ മാടി ഒതുക്കി. രാജിക്ക് ഈ കാഴ്ചയിലൊന്നും പുതുമ കാണില്ലല്ലോ. ബോറാക്കിയതിന് ക്ഷമിക്കണം. ബോറൊന്നുമില്ല. ഈ ദൃശ്യമിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടുമല്ല. നേരം വൈകുന്നു. ശരി, നടക്കൂ. ജിം പുഞ്ചിരി തൂകി. ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു. കണ്ണുകളിൽ ഇതുവരെ ഇല്ലാത്ത പ്രകാശം തിളങ്ങുന്നുണ്ടെന്ന് തോന്നി. അസാധാരണമായ എന്തോ ഒരു ചൈതന്യം ആ മുഖത്തുണ്ടോ? തിരിഞ്ഞു നടക്കും മുമ്പ് കായലിലേക്ക് ഒരിക്കൽ കൂടി കണ്ണയച്ചു. അല്പം മുൻപ് കണ്ട കാഴ്ചയല്ലെന്ന് തോന്നി. മയങ്ങിക്കിടന്നതിന് പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെ. ജിമ്മിൻ്റെ സ്വപ്ന ദർശനത്തിൽ താനും അറിയാതെ പങ്കുകൊള്ളുകയാണോ എന്നൊരു സംശയം. സംശയത്തോടാണെങ്കിലും മനസ്സിൽ ഉദിച്ചു. അത് ബോധം വന്നപ്പോൾ കിഴക്കാൻ തൂക്കായുള്ള ഒരു പാറക്കെട്ടിൻ്റെ നെറുകയിൽ വെച്ച് ഉറക്കമുണർന്നതുപോലെ ഞടുങ്ങി. മൈലാഞ്ചി വേലിയുടെയും കായൽവക്കത്തെ അരമതിലിൻ്റെയും ഇടയിലുള്ള ചവിട്ട് വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ജിമ്മിൽ നിന്നും വിട്ടു നടക്കാൻ ശ്രദ്ധിച്ചു. ഇങ്ങോട്ട് പോരുമ്പോൾ അങ്ങനെയൊന്നും ആലോചിച്ചതേയില്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ ഒരധീരത തോന്നുന്നു. ഒന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും എന്തോ ഒന്ന്. നടന്ന് ക്ഷീണിച്ചോ? ഇല്ലില്ല, നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്. മദിരാശിയിൽ ഡാൻസ് പഠിച്ചിരുന്ന കാലത്ത് എത്രയോ ദൂരം നടക്കാറുണ്ട്. മദിരാശി നല്ല സ്ഥലമാണോ? അതെ, ചൂട് മാത്രം അസഖ്യമാണ്. വൃത്തിയും വെടുപ്പും സ്വല്പം കുറവുമാണ്. വലിയ നഗരമാണ് അല്ലേ? അതെ, എന്നാൽ എനിക്ക് ഇഷ്ടപ്പെടുകയില്ല. ഞാൻ ഇന്ത്യ കാണാൻ തിടുക്കപ്പെട്ട് നിൽക്കുകയാണ്. പോകുന്നുണ്ടോ? തീർച്ചയായും. ജിമ്മിന് ഉത്സാഹം കയറി.
ഇന്ത്യയിൽ പോകാനായിട്ടാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് തന്നെ. ലോകത്തിൽ മഹത്തായ 2 രാജ്യങ്ങളേ ഉള്ളൂ, ഇന്ത്യയും ചീനയും. ചില അമേരിക്കക്കാർക്കൊക്കെ ജപ്പാനോടൊരു ഭ്രമമാണ്, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. ജപ്പാൻ നല്ല നാടാണെന്നാണല്ലോ ഞാനും കേട്ടിട്ടുള്ളത്. അത് പണ്ടായിരുന്നിരിക്കും, ഇപ്പോൾ അമേരിക്കയേക്കാൾ മോശമാണ്. സംസ്കാരം പോലും വിറ്റു പണമുണ്ടാക്കാനാണ് ഇപ്പോഴത്തെ പ്രവണത. ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയാണ്. നോക്കൂ, നാളെ ലോകത്തിന് വഴികാട്ടുക ഇന്ത്യയാണ്, ഒട്ടും സംശയിക്കണ്ട. കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്, രാജി ചിരിച്ചു. പക്ഷേ സത്യം നേരെ വിപരീതമാണ്. ഇന്ത്യയെ പോലെ തന്നെ നൈതിക അധപ്പതനം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അത്ര മോശമാണ് അവിടെ സ്ഥിതി. ഞാൻ വിശ്വസിക്കുന്നില്ല. നേരിട്ട് കാണുമ്പോൾ വിശ്വാസമാവും. ആട്ടെ, എന്നാ പോകാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടില്ല. അശോകിന്റെ കാര്യം അറിഞ്ഞിട്ട് വേണം. അശോകും കൂടെ വരുന്നുണ്ടോ? ഉണ്ടെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ മാറുമോ എന്നറിഞ്ഞുകൂടാ. എന്താ? മാറിയേക്കാം. ചില പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായേക്കാം. അതെന്തു സംഭവ വികാസങ്ങളാ? എന്തൊക്കെ സംഭവിക്കാം? ജിം ഒഴിഞ്ഞുമാറുന്നൊരു ചിരി ചിരിച്ചു. മുഖത്ത് വ്യാപിച്ച നിഴൽ. പക്ഷെ ആ ചിരിക്ക് മറയ്ക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ പോട്ടെ, ഞാൻ ഗ്രാൻഡ്പാ കുറുപ്പിന്റെ 70ാം പിറന്നാൾ കഴിയുന്നത് വരെയും ഇവിടെ ഉണ്ടാവും, അത് തീർച്ച. അപ്പോൾ ധാരാളം സമയമുണ്ടല്ലോ. ജിം എന്തോ മറച്ചു പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്നലെ ഭാസിച്ചേട്ടനും അശോകനെ കുറിച്ച് എന്തോ സൂചിപ്പിക്കുകയുണ്ടായി. പുലാവ് നൂറിയിലെ വസ്തുക്കളെ കുറിച്ചും അശോകനും ഒരു മാർഗമാവുമല്ലോ എന്നോ മറ്റോ. പതിവില്ലാതെ ഇന്ന് കുട്ടമ്മാവിന്റെ കൂടെ കയറി വന്നതിലും എന്തോ ഉണ്ട്. അശോക് ഹിപ്പി മാർഗം ഉപേക്ഷിച്ച് മര്യാദക്കാരനാവുന്ന മട്ടാണോ? ആയിക്കൂടുന്നില്ല. ഇതൊക്കെ ഒരുതരം കമ്പമാണല്ലോ. അല്പം കഴിയുമ്പോൾ മതിയാവും. അശോകിന് മാത്രമല്ല, ജിമ്മിനും. ജിമ്മും വഴിയെ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോകും. സമൂഹത്തിൽ അലിഞ്ഞു ചേരും. ഒറ്റപ്പെട്ട ജീവിതം ആർക്കും സാധ്യമല്ലല്ലോ, ഋഷികൾക്കോ മറ്റോ അല്ലാതെ. ജിം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ജീവിതം മുഴുവൻ ഇങ്ങനെ അലഞ്ഞു നടക്കാനാണോ ഉദ്ദേശം? അതോ കുറെ കഴിയുമ്പോൾ? ഭാവി ആർക്ക് പ്രവചിക്കാൻ കഴിയും? അതല്ല, അവനവന് തന്നെ ചില ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഇല്ലേ? ഉണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. ലക്ഷ്യം എന്താണെന്നാണ് ഞങ്ങളുടെ അന്വേഷണം. പണമുണ്ടാക്കലാണോ? കുടുംബജീവിതം നയിക്കലാണോ? വിയറ്റ്നാമിൽ പോയി വെടിയുണ്ടയ്ക്ക് മാറ് കാണിക്കലാണോ? കളവ് പറഞ്ഞും കള്ളത്തിനും പ്രവർത്തിച്ചും സെനറ്ററോ പ്രസിഡന്റ് തന്നെയും ആവലാണോ? ഓരോരുത്തർക്കും ഓരോന്നാണ് ലക്ഷ്യം. എനിക്കതൊന്നും ലക്ഷ്യമല്ല. ചിലപ്പോൾ തോന്നുന്നു ഒരു ലക്ഷ്യവും ഇല്ലാതിരിക്കലാണ് നല്ലതെന്ന്. അതെ, അതാണ് നല്ലത്. ഞാൻ തത്വജ്ഞാനിയല്ല, വെറും സാമാന്യ ബുദ്ധി കൊണ്ട് ചോദിക്കുകയാണ്. ഒരു ലക്ഷ്യവുമില്ലാതെ എങ്ങനെയാണ് ജീവിക്കുക? ചോദിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി, താൻ എന്തൊരു വിഡ്ഢിയാണ്. വിശേഷിച്ചെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിട്ടാണോ താൻ ജീവിക്കുന്നത്? ലക്ഷ്യമുണ്ടെങ്കിലാണ് തകരാറ്. അതടയാൻ നാം അത്യധ്വാനം ചെയ്യുന്നു. ധർമാധർമ്മങ്ങൾ നോക്കാതെ പ്രവർത്തിക്കുന്നു. എന്ത് കടുങ്കയും ചെയ്യുന്നു. മറ്റുള്ളവരെ തൃണവൽക്കരിക്കുന്നു. സ്വാർത്ഥിയായി തീരുന്നു. അതോടെ മനുഷ്യനല്ലാതായി തീരുന്നു. അതിനോടാണ് എനിക്ക് എതിർപ്പ്. സ്നേഹം കൊണ്ട് ലോകം മൂടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ലക്ഷ്യമല്ലേ എന്ന് ചോദിക്കാം. ആണെങ്കിൽ തന്നെ സ്വാർത്ഥപരമായ ഒന്നല്ലല്ലോ. എന്ന് മാത്രമല്ല, സ്നേഹം ഞങ്ങൾക്ക് ലക്ഷ്യമല്ല, മാർഗമല്ല. അത് ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളുടെ മുഴുവൻ അസ്തിത്വവുമാണ്. രാജി പുഞ്ചിരി തൂകി. ചിരിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായി. ജിമ്മും ചിരിച്ചു. ഞാൻ വീണ്ടും ഓരോന്ന് പുലമ്പി തുടങ്ങി എന്നല്ലേ ഉള്ളിൽ കരുതുന്നത്? എത്ര വാസ്തവം, അതല്ലേ ഫലിതം. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ പുലമ്പുകയാണ്. എനിക്കൊരു ചുക്കും അറിയില്ല, ഒരു ചുക്കും. ജിം ഉറക്ക പൊട്ടിച്ചിരിച്ചു. എളിയിൽ കൈകുത്തി പിടിച്ചാൽ കിട്ടാത്തതുപോലെ ചിരിച്ചു. കൈകൊട്ടി നൃത്തം വെക്കുന്നത് പോലെ ചുവടി വെച്ച് പിന്നെയും പിന്നെയും ചിരിച്ചു. രാജി വല്ലായ്മയോടെ ചുറ്റും നോക്കി. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. ഭാഗ്യവശാൽ പാദശൂന്യമായിരുന്നു. ഒരു ലോറി ചീറി കടന്നുപോയതൊഴിച്ചാൽ. പരിചയമുള്ളവരാരെങ്കിലും കണ്ടാൽ പന്തികേടായേനെ. ഐ എം സോറി. ജിം പ്രയാസപ്പെട്ട് സ്വയം നിയന്ത്രിച്ചു. തമാശ ആലോചിച്ചപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ രാജിക്ക് വല്ലായ്മയ്ക്കിടയാക്കിയെങ്കിൽ ക്ഷമയാചിക്കുന്നു. സാരമില്ല, ചിരിക്കുന്നതിൽ എന്താ തെറ്റ്?
മാന്യയായ ഒരു പെൺകുട്ടി ഒപ്പമുണ്ടെന്ന് ഞാൻ മറക്കരുതായിരുന്നു. ഇത് അമേരിക്ക അല്ലെന്നും ഔചിത്യം പാലിക്കാത്തതിന് വീണ്ടും മാപ്പ് ചോദിച്ചുകൊള്ളുന്നു. സാരമില്ലെന്നേ. ശരി, കമോൺ, നമുക്ക് മുറുകി നടക്കാം. ജിം ധൃതി പിടിച്ച് മുൻപേ നടന്നു. നടത്തത്തിന്റെ ഗതിവേഗം കൂട്ടാനല്ല, അടക്കിപ്പിടിച്ചിട്ടും പൊട്ടിപ്പുറത്ത് ചാടുന്ന ചിരി തന്നെ കാണിക്കാതിരിക്കാനാണ് ഈ അടവെന്ന് രാജിക്ക് മനസ്സിലായി. അതാലോചിച്ചപ്പോൾ ഊറി ഊറി ചിരിച്ചുപോയി. അക്ഷമനായി നിന്നിരുന്ന മുത്തുവിന്റെ മുഖത്ത് അസുഖഭാവം നിഴലിച്ചിരുന്നു. നേരം വൈകിയത് കൊണ്ടാവില്ല താൻ ജിമ്മിന്റെ കൂടെ തെരുവിലിറങ്ങി നടന്നതിലാവും എന്ന് രാജി ഊഹിച്ചു. മുത്തച്ഛനും അമ്മയ്ക്കും ഒന്നും രസിക്കുന്ന കാര്യമല്ല, പണ്ടും അനുവദിക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ കാറിൽ വരിക, മടങ്ങിപ്പോവുക. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സൈക്കിൾ ഓട്ടിച്ച് നടന്നിരുന്ന കഥ പോലും അവർക്കറിയുമോ എന്ന് സംശയമാണ്. അറിഞ്ഞിരുന്നെങ്കിൽ വിലക്കിയനെ. തുറന്നു പിടിച്ച വാതിലൂടെ കാറിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ജിം ചോദിച്ചു, പോകുന്ന വഴിക്ക് എന്നെ ഗുരുവിന്റെ വീട്ടിൽ ഇറക്കിത്തരാമോ? വഴി ഇത്തിരി വളവാണ്, എന്നാലും. അതിനെന്താ, കയറോ. പിൻസീറ്റിൽ തന്നോടൊപ്പം ജിം കയറിയിരുന്നപ്പോൾ മുത്തുവിന്റെ കറുത്ത മുഖം കൂടുതൽ കറുത്തു. പക്ഷെ ഒന്നും പറഞ്ഞില്ല. മിസ്റ്റർ ഉണ്ണി എവിടെയാ താമസിക്കുന്നത്? പാർക്കിന്റെ അടുത്തെങ്ങാനോ ആണല്ലേ? അതെ, പാർക്കിന്റെ തൊട്ടപ്പുറത്ത്. ഞാൻ കഴിഞ്ഞ തവണ മദ്രാസിൽ നിന്ന് വന്ന കാലത്താണ് അദ്ദേഹം അങ്ങോട്ട് മാറിയതെന്ന് തോന്നുന്നു. അതുവരെയും കുറേ അകലെയായിരുന്നു. അതിനു മുമ്പ് കാട്ടിനടുത്തുള്ള ഏതോ ഉളുവിലും. ഉളു അതെന്താ? കുഗ്രാമം. തീരെ ഓണം കയറാൻ മൂലയായ കുഗ്രാമം. കുട്ടിയുടെ പഠിപ്പിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. ഒരു കാലത്ത് കോലാലംപൂരിലെ ഏറ്റവും പേരെടുത്ത വക്കീലായിരുന്നു അത്രേ. അശോകാണ് പറഞ്ഞത്. ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം വിട്ടെറിഞ്ഞു പോയതാണ് പോലും. ശരിയാണ്, പറയണത് കേട്ടിട്ടുണ്ട്. അശോകിന് പക്ഷേ ഗുരുവിനെ വലിയ മതിപ്പില്ല. അവൻ പറയുന്നത് ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഗുരു ഏകാന്ത ജീവിതം തിരഞ്ഞെടുത്തത് എന്നാണ്. അല്ലാതെ ആത്മീയമായ പ്രചോദനം കൊണ്ടൊന്നുമല്ല പോലും. എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. അതിലും പരമാർത്ഥം ഉണ്ടായിക്കൂടുന്നില്ല. രാജിക്കും ആ അഭിപ്രായമാണോ? ജിം ഇത് അവിശ്വസനീയമാണ് എന്ന മട്ടിൽ നോക്കുന്നു. നിങ്ങൾക്കാർക്കും അദ്ദേഹത്തെ ശരിക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞാലും ജീവിതത്തോട് ഒട്ടി നിൽക്കാൻ തന്നെയായിരിക്കും മിക്കവരുടെയും പ്രവണത. ആത്മീയ ചൈതന്യം ജന്മനാ അന്തർലീനമായി കിടക്കുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. ആയിരിക്കാം, എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം അത്രയൊന്നും എനിക്കറിയില്ല. ഭാര്യ മറ്റാരുടെ കൂടെ പോയെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ അതിന്റെ ആഘാതമാവാം. അത് സംഭവ്യമല്ലേ? ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയത് ശരിയായിരിക്കാം. ജിം ഇഷ്ടമില്ലാത്ത സത്യം സമ്മതിക്കുന്ന മട്ടിലാണ് പറഞ്ഞത്. അത് അവരുടെ കുറ്റമാവാനേ വഴിയുള്ളൂ. അവർക്ക് ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കില്ല. സോക്രട്ടീസിന്റെ കഥ അറിയില്ലേ? സാന്ദീപിയെ പോലെ ഒരു കലഹപ്രിയ ആയിരുന്നെങ്കിലോ? സോക്രട്ടീസിനെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയുണ്ടായോ? ഇല്ലില്ല, വലിയ കലഹപ്രിയ ആയിരുന്നുവെന്ന് മാത്രം. ഗുരുവിന്റെ ഭാര്യ അതിനേക്കാൾ അസഖ്യമായ സ്വഭാവ വൈകല്യമുള്ളവളായിരുന്നിരിക്കണം. എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്? ജിമ്മിനെ ഒന്ന് ചൊടിപ്പിക്കണമെന്ന് തന്നെ തീരുമാനിച്ചു. മിസ്റ്റർ ഉണ്ണിയുടെ കുറ്റവും ആയിരുന്നൂടെ? അതെങ്ങനെ? ആ സ്ത്രീയല്ലേ ഗുരുവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയത്? അതിൽ നിന്ന് തന്നെ ഊഹിക്കാമല്ലോ ഗുരു നിരപരാധിയാണെന്ന്. എന്ന് പറയാൻ പറ്റില്ല. മിസ്റ്റർ ഉണ്ണി ഗുരുതരമായ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലോ? എന്തു കുറ്റം? അതെനിക്കെങ്ങനെ അറിയാം? അങ്ങനെയും ആയിക്കൂടെ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. എന്നാലും പല തെറ്റുകളും ചെയ്തിരിക്കാം. പ്രത്യേകിച്ചും ഭാര്യമാർക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്തത്. മറ്റേതെങ്കിലും സ്ത്രീകൾ? ഓ നോ. ജിമ്മിന്റെ പ്രതികരണം ശുദ്ധമായിരുന്നു. അത് സംഭവ്യമേ അല്ല, ഒരിക്കലും. ഗുരു അത്തരക്കാരനല്ലേയല്ല. ആളെ മനസ്സിലാക്കാതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കഷ്ടമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. രാജി മയപ്പെടുത്തി. ചെയ്തു കൂടുന്നില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. മിസ്റ്റർ ഉണ്ണിയെ എനിക്ക് അടുത്തറിയില്ല. അതുകൊണ്ട് ഞാനൊരു അഭിപ്രായവും പറയുന്നില്ല. അതേപോലെ ജിമ്മിന് ആ സ്ത്രീയെയും അറിയുമായിരുന്നില്ലല്ലോ. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല. അദ്ദേഹം നിറകുടം പോലത്തെ മനുഷ്യനാണ്. ജിം
യുക്തിയുക്തമല്ലാത്തത് വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ തുടർന്നു. ഇങ്ങനത്തെ ഹീനമായ കുറ്റം അദ്ദേഹം ചെയ്യുമെന്ന് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അതിൽ നിന്നൊക്കെ എത്രയോ ഉയർന്ന മനുഷ്യനാണ്. വാസ്തവത്തിൽ അദ്ദേഹവും നമ്മളും രണ്ട് തലങ്ങളിലാണ് ജീവിക്കുന്നത്. ഏതാനും ദിവസത്തെ പരിചയം വെച്ച് ഇത്രയൊക്കെ പറയാമോ? ഓ യെസ്, തീർച്ചയായും. എത്ര കാലം പരിചയമുണ്ടെന്നുള്ളതല്ല മാനദണ്ഡം. ഒരായുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിച്ചിട്ടും അന്യോന്യം മനസ്സിലാക്കാത്തവരില്ലേ? വാസ്തവത്തിൽ അങ്ങനത്തവരാണ് അധികം. നാമൊക്കെ ഉരുക്കുകൊണ്ടുണ്ടാക്കിയ പുറന്തോടിനുള്ളിലാണ് ജീവിക്കുന്നത്. തമ്മിലടുക്കുമ്പോൾ തോടുകൾ മാത്രമാണ് സ്പർശിക്കുന്നത്. കുട്ടയിൽ വെച്ച കോഴിമുട്ടകൾ പോലെ ചിലർ മാത്രം, അതും അപൂർവം ചിലർ മാത്രം പെട്ടെന്ന് അന്യോന്യം അറിയുന്നു, മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ഭാഷയിൽ അതിന് വൈബ്രേഷൻ എന്ന് പറയും. ഗുരുവിൻ്റെ കാര്യത്തിൽ 100% എനിക്കത് അനുഭവമാണ്. ആയിരിക്കാം. ഇതിനെക്കുറിച്ച് തർക്കിച്ചിട്ട് കാര്യമില്ല. മിസ്റ്റർ ഉണ്ണി ജിം പറയുന്ന പോലെ മഹത്വമുള്ള ആളാവാം, മറിച്ച് വെറും സാധാരണ മനുഷ്യനുമായിരിക്കാം. അതാവാനാണ് കൂടുതൽ സാധ്യത. ഏതായാലും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ. നാം എന്തിനാണ് പിന്നെ വൃഥാ കണ്ടക്ഷോഭം ചെയ്യുന്നത്? എനിക്ക് മുഷിച്ചിലായി എന്ന് തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ? ഇല്ലേ ഇല്ല. അങ്ങനെ പറഞ്ഞുവെങ്കിലും കാറിനുള്ളിലെ അന്തരീക്ഷത്തിൽ അല്പം വലിവ് അനുഭവപ്പെടാതിരുന്നില്ല. പറഞ്ഞത് ജിമ്മിന് ഇഷ്ടമായില്ലെന്ന് വ്യക്തം. മിസ്റ്റർ ഉണ്ണി മൂപ്പരെ അത്രമാത്രം ആകർഷിച്ചിരിക്കുന്നു. വൈബ്രേഷൻസ് പോലും, വൈബ്സ്. അതിലല്പം പരമാർത്ഥം ഉണ്ടാവാം. അന്യോന്യം അറിയാനും ആകർഷിക്കപ്പെടാനും ദീർഘകാല പരിചയമൊന്നും വേണ്ട. അത് പെട്ടെന്ന് സംഭവിക്കുന്നു. അതല്ലെങ്കിൽ വാസുവേട്ടനുമായി. രാജി കീഴ്ചുണ്ടു കടിച്ചു പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കാറ് പാർക്ക് ചുറ്റി ഇടവഴിയിലേക്ക് കയറുകയായിരുന്നു. പാർക്ക് പ്രായേണ വിജനമാണ്. അങ്ങിങ്ങായി വൃക്ഷത്തണലിൽ 5-6 പേര് ഇരിപ്പുണ്ട്. പാർക്കിന് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്. തൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊരു പാർക്കേ ഉണ്ടായിരുന്നില്ല. വെറും വെളിമ്പറമ്പായിരുന്നു. മുത്തച്ഛനാണ് പാർക്ക് പണിയിച്ചത്. പാർക്ക് മാത്രമല്ല, തഞ്ചോങ് ബസാറിലെ മിക്ക പബ്ലിക് സ്ഥാപനങ്ങളും മുത്തച്ഛൻ്റെ സംഭാവനയാണ്. എത്ര ധർമ്മം ചെയ്താലും മതിയാവില്ല. തീർച്ചയായും ഭാഗ്യം ചെയ്ത ആളാണ് മുത്തച്ഛൻ. അതാണ് ഗുരുവിൻ്റെ വീട്. ഇടനാഴിയുടെ അറ്റത്ത് അത്താപ്പ് മേഞ്ഞ മേൽക്കൂര കാണാം. വീടെന്ന് പറയരുത്, ഗുരുവിൻ്റെ വാസസ്ഥലമാവുമ്പോൾ ആശ്രമമെന്ന് പറയണം. ജിം ചിരിച്ചു. രാജിയും ചിരിയിൽ പങ്കുചേർന്നു. അതോടെ കാറിനുള്ളിലെ അന്തരീക്ഷം തെളിഞ്ഞതായി തോന്നി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം വായിച്ചു കഴിഞ്ഞു. വേഗം വരാം. അടുത്ത അധ്യായവുമായി നമുക്ക് ഒരുപാട് വായിക്കാനുണ്ട്. നന്ദി.